ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു abusworld. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ദോശ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു മസാല ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം രാത്രിയിൽ അരച്ച് വെച്ചിട്ട് പുളിച്ച് വന്നിട്ടുള്ള മാവാണ്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും 1 കപ്പ് ചോറും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നാൽ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങും 1 ചെറിയ ബീട്രൂട്ടിൻ്റെ കഷ്ണവും കൂടെ ഞാൻ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിനി അതുകൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഞാൻ കാണുമ്പോൾ ഒരു നല്ലൊരു നിറത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അത് നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. കിഴങ്ങ് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ദോശ ഇവിടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. മസാല ഒരുപാട് അങ്ങ് തിക്കി നിറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. മസാല ദോശ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.